വെൽക്കം ടു റെഡ് ഫ്ലെയിംസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നുറുക്ക് ഗോതമ്പ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ലഡു ആണ്. നുറുക്ക് ഗോതമ്പ്, ശർക്കര, തേങ്ങ, കുറച്ച് ഏലക്കായും കുറച്ച് നെയ്യും, അത്രയാണ് ഈ ഒരു ലഡുവിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. അപ്പോൾ ഈ ഒരു ലഡു ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. 1.5 കപ്പ് നുറുക്ക് ഗോതമ്പാണ് ഞാൻ എടുക്കുന്നത്. നുറുക്ക് ഗോതമ്പ് ഇനി തീയൊന്ന് ശ്രദ്ധിച്ച് നല്ലപോലെ വറുത്തെടുക്കണം. നുറുക്ക് ഗോതമ്പ് നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തിട്ട് വേണം പൊടിച്ചെടുക്കാൻ. നുറുക്ക് ഗോതമ്പ് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. 1.5 കപ്പ് നുറുക്ക് ഗോതമ്പ് എന്ന് പറയുന്നത് 200 ഗ്രാമാണ്. അപ്പോൾ നമ്മൾ ശർക്കര എടുക്കുമ്പോഴും 200 ഗ്രാം എടുത്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അളവിലൊരു കൺഫ്യൂഷൻ വരില്ല. ഇത് 3 ഏലക്കായുടെ തരിയാണ്, തൊലി കളഞ്ഞതാണ്. ഇതും കൂടെ ചേർത്തിട്ട് പൊടിക്കാം. ഇത് വളരെ ഫൈനല്ല, ഒരുവിധം നന്നായി പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. തേങ്ങയും കൂടെ ചേർത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. തേങ്ങയും കൂടെ ചേർത്തപ്പോൾ കുറച്ചൊരു നനവ് പോലെ വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ശർക്കരപ്പാവ് ഉണ്ടാക്കാം. നമ്മൾ ലഡു ഉണ്ടാക്കാനായിട്ട് 1.5 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് നുറുക്ക് ഗോതമ്പിലേക്ക് 1.5 കപ്പ് ശർക്കരയാണ് ആവശ്യം. അപ്പോൾ ശർക്കര ഇങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ശർക്കരയിൽ എപ്പോഴും കുറച്ച് കല്ലും ചളിയെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ശർക്കര പാവാക്കിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ എന്തായാലും ശർക്കര പാവാക്കാൻ പോകുന്നതാണ്. ഇതുപോലെ നമ്മൾ സ്ക്രേപ്പ് ചെയ്തതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വെള്ളത്തിൽ പെട്ടെന്ന് തന്നെ പാവാക്കിയെടുക്കാൻ പറ്റും. ശർക്കരപ്പാനി ഉണ്ടാക്കാനായിട്ട് സോസ് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ സ്ക്രേപ്പ് ചെയ്ത് വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാവ് ചൂടോടെ തന്നെ നുറുക്ക് ഗോതമ്പ് പൊടിച്ചതിലേക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് മിക്സ് ചെയ്യണം. ഇപ്പോൾ ഇതിനകത്ത് ഇച്ചിരി വെള്ളം അധികമുള്ള പോലെ തോന്നും, പക്ഷേ ഈ ഒരു നുറുക്ക് ഗോതമ്പ് ഈ വെള്ളമെല്ലാം പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യും. അവസാനമായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഒന്നൊന്ന് കഴിയുമ്പോഴത്തേക്കും നുറുക്ക് ഗോതമ്പ് ശർക്കര അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. അന്നേരം അതൊന്ന് തിക്കായി വരും. അങ്ങനെ വളരെ ഈസി ആയിട്ട് നുറുക്ക് ഗോതമ്പ് യൂസ് ചെയ്ത് ലഡു ഉണ്ടാക്കിയിട്ടുണ്ട്. 1.5 കപ്പ് നുറുക്ക് ഗോതമ്പ്, 1.5 കപ്പ് ശർക്കരയും 1/2 കപ്പ് തേങ്ങ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സൈസിലുള്ള 13 ലഡുവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ കഴിക്കുമ്പോൾ നുറുക്ക് ഗോതമ്പിൻ്റെ ഒരു കടി ഉണ്ടാകും. ഒന്നൊന്ന് പൊടി ശർക്കര അബ്സോർബ് ചെയ്ത് വരുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ല നല്ല റെസിപ്പീസിനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.